ഉഗ്രതാരയുടെ മൂലമന്ത്രവും ഉപാസനയും ഷഡ്കർമ്മ പ്രയോഗങ്ങളുമാണ് പറയുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ സീരീസിൽ പറഞ്ഞ പോലെ തന്നെ ദശമഹാവിദ്യയുടെ രണ്ടാമത്തെ മൂർത്തി കൂടിയാണ് താരാദേവി. പാർവതിയുടെ താന്ത്രിക ഭാവമായ ആദിശക്തിയുടെ ഒരു രൂപമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഏറ്റവും പ്രശസ്തമായ 3 രൂപങ്ങളൂടെ താരാദേവിക്ക് പറയുന്നുണ്ട്. അത് ഏകജട, ഉഗ്രതാര, നീലസരസ്വതി എന്നൊക്കെയാണ്. പിന്നെ നമ്മുടെ താന്ത്രികപരമായ ഇതിൽ വിദ്യാരഞ്ജിനി എന്നൊക്കെ അറിയപ്പെടുന്ന താരയുടെ വ്യത്യസ്ത മന്ത്രങ്ങളും ധ്യാന സ്വരൂപങ്ങളും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഋഷിയും ഛന്ദസ്സും ദേവതയിൽ. അക്ഷോഭ്യ ഋഷി ബൃഹതിച്ഛന്ദ താരാദേവത. ധ്യാനം വിശ്വവ്യാപക വാരിമധ്യ വിലസച്ഛ്വേതാംബുജന്മസ്ഥിതാം കർത്രീം ഖഡ്ഗകപാല നീലനളിനൈ രാജാത്കരാം നീലഭാം കാഞ്ചീകുണ്ടലഹാര കങ്കണലസത് കേയൂര മഞ്ജീരതാം മാപ്തൈർനാഗവൈര്യവിഭൂഷിതനും ചാരക്തനേത്രത്രയാം പിങ്കോഗ്രഗജടാം ലസത്സരുഗശനാം തംഷ്ട്രാകരാളാനനാം ചർമ്മദ്വൈപിവരം കടയു നിദിതതീം ശ്വേതാസ്തി പട്ടാളികാം അക്ഷോഭ്യേണ വിരാജമാന ശിരസം സ്മേരാനനാഭ്യോരുഹാം താരാം ശാവഹൃദാസനാം ദൃഢകുജാം മമ്പാ ത്രിലോക്യാസ്മരേത്. 2 മന്ത്രങ്ങളാണ്. മന്ത്രാന്തരം കൂടി പറയുന്നുണ്ട് ഇതിൽ. മൂലം ഓം ഹ്രീം ത്രീം ഹും ഭട്ട് എന്നാണ് ഒരു മന്ത്രം. താരയുടെ രണ്ടാമത്തെ മന്ത്രാന്തരമാണ് പറയുന്നത്. ഋഷിയും ഛന്ദസ്സും. വസിഷ്ഠ ഋഷി ഗായത്രി ഛന്ദ താരാദേവത. ഈ മന്ത്രം ഓം ഐം ഹ്രീം ശ്രീം ക്ലീം സൗ ഹും ഉഗ്രതാരേ ഹും ഭട്ട് സ്വാഹ എന്നാണ്. അയന്നതൻ ഭക്ഷ്യമനേകം ദതി മദ്യഭിമധുമാംസം ച താംബൂലം ജപേക്ഷലക്ഷ ചതുഷ്ടയം ദശാംശം ജുഹായുദ്രപത്മൈ ക്ഷീരജ്യലോളിതൈ. അതായത് ഈ പറഞ്ഞ ധ്യാനം ചെയ്തുകൊണ്ട് തൈര്, തേൻ, മദ്യം, മാംസ, വെറ്റില എന്നിത് ഭക്ഷിച്ചുകൊണ്ടും മേൽപ്പറഞ്ഞ മന്ത്രങ്ങളിലൊന്ന് 4 ലക്ഷം ജപിക്കുകയോ ചെന്താമരപ്പൂ പാലിലും നെയ്യിലും മുക്കി 40,000 ഹോമിക്കുകയും ചെയ്താൽ മന്ത്രസിദ്ധി വരികയും